നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പെഷ്യാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എടുക്കാൻ നമുക്ക് 3 കാർഡ്സ് ഞാൻ ഇതിൽ എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങളുടെ എനർജി, ദെൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഇന്നത്തെ എക്സ്പെക്ടേഷൻസ്, ഇത് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നോക്കാം. ദെൻ സെക്കൻഡ് കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിരിക്കും. തേർഡ് കാർഡ് നിങ്ങൾക്കുള്ള ഔട്ട്പുട്ട് ആയിരിക്കും, റിസൾട്ട് ആയിരിക്കും. സോ നമുക്ക് ഇന്നത്തെ എനർജി, നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ എനർജി, സബ്സ്ക്രൈബേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ സബ്സ്ക്രൈബ് ഇതാണ് നിങ്ങളുടെ എനർജി. ദെൻ ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതായിരിക്കും. ആ ഗൈഡൻസ് പ്രകാരം പോവുകയാണെങ്കിലുള്ള നിങ്ങളുടെ ഔട്ട്പുട്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. ഇവിടെ മെജോറിറ്റി ആളുകൾ ജസ്റ്റിസ് ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള എന്തോ കാര്യങ്ങളിൽ ഇന്ന് ഇടപെടും, അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം മെജോറിറ്റി ആളുകൾക്ക് വരുന്നത്. എന്ത് കാര്യത്തിലാണെങ്കിലും ന്യായം നടക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ എനർജി, ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഗൈഡൻസ് നോക്കാം. ഇവിടെ 6 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. ഏതോ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് നിയമപരമായിട്ടുള്ള കാര്യം നടക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ലവ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളിപ്പോൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോൾമേറ്റ് എനർജിയാണ്, സോൾമേറ്റ് കാർഡാണ്. നിങ്ങൾ ലീഗലി എന്തെങ്കിലും കാര്യത്തിലേക്ക്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ലീഗലി എന്തെങ്കിലും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കാര്യങ്ങളെ ഇമോഷണലി തിങ്ക് ചെയ്യാനായിട്ട്, കുറച്ചുകൂടി ഇമോഷൻസിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ അതിൽ ക്ലാരിറ്റി എടുക്കുക. കാരണം ഇവിടെ കാണുന്നത് ഒരു സോൾമേറ്റ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ, പാസ്റ്റിൽ ഇമോഷണലി ബാലൻസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ കുറച്ച് നിങ്ങൾ ബാലൻസ് കൊണ്ടുവരണമെന്ന് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലീഗലി നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഹോൾഡ് ചെയ്യുക. ദെൻ നിങ്ങൾ എഗെയിൻ ഒന്ന് തിങ്ക് ചെയ്യുക. പാസ്റ്റിലുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ആ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് എനർജിയാണ് സോൾമേറ്റ് എനർജിയാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തിട്ട് ആ ബന്ധവുമായിട്ട്, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുമായിട്ട്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നുകൂടി
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കുറച്ചുകൂടി കെയറിങ് ആ ബന്ധത്തിൽ കാണിക്കുക. അങ്ങനെ കുറച്ചുകൂടി കെയറിങ് ആ ബന്ധത്തിൽ കാണിക്കുവാണെങ്കിൽ, കുറച്ചുകൂടി ടൈം ആ ബന്ധത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റിസ് അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എനർജി ഇവിടെ ബാലൻസ്ഡ് ആവും, അതായത് നിങ്ങൾ ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും നിയമപരമാവണമെന്നില്ല, എല്ലാ രീതിയിലും എല്ലാ ബന്ധങ്ങളിലും നമുക്ക് നീതി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടൈമിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ടൈം കൊടുക്കാതിരിക്കുകയോ കെയർ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നീതി ലഭിക്കും, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ ബാലൻസ് ഇവിടെ കൊണ്ടുവരാനായിട്ട് നോക്കുക. മേ ബി നിങ്ങൾ അതിന് തന്നെ ആയിരിക്കാം ശ്രമിക്കുന്നത്. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പാർട്ട്ണറോട് സംസാരിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുക കാര്യങ്ങളെ. നിങ്ങളുടെ ഒരു സൈഡ് മാത്രം തിങ്ക് ചെയ്യാതെ രണ്ട് സൈഡിലുള്ള വ്യക്തികളെയും കുറിച്ച്, അതായത് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള വ്യക്തിയെയും കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി അവരുടെ ഭാഗത്തു നിന്നും കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണുന്നത്. ഇത് മെജോറിറ്റി ഇവിടെ ഇപ്പം ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ആ വ്യക്തി നിങ്ങളിലേക്ക് സെയിം പാഷനോടുകൂടി തന്നെ കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളെ ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കുക, ജസ്റ്റിസ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളിലും കൂടി അവരുടെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റിസ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സോ കാര്യങ്ങളെ ബാലൻസ്ഡ് ആക്കാനായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു പരസ്പരം ടൈം കൊടുക്കുക, സ്പേസ് കൊടുക്കുക, കെയർ ചെയ്യേണ്ട സമയത്ത് കെയർ ചെയ്യുക, കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ടൈം എടുത്തിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അപ്പം ഇന്നത്തെ റീഡിങ് ഗൈഡൻസ് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.